but see God calling the boy. And Eli said to Samuel, "My boy, if you hear the call again, respond, here am I." റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിൽ. നമുക്ക് ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേലയ്ക്കായി ലോകം ചുറ്റുന്ന സന്യാസി ശ്രേഷ്ഠനേത് ധന്യമുഹൂർത്തം. പണ്ഡിതനായ സുവിശേഷ പ്രഘോഷകൻ, പ്രഗത്ഭനായ വാഗ്മി, മികച്ച സംഘാടകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിൽ. തിരുമുടിക്കുന്നിൽ വെല്ലൂരാൻ ദേവസി റോസി ദമ്പതികളുടെ ഇളയ മകനായി 1949 ജനുവരി 4 ജനിച്ച അദ്ദേഹം 1964 വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ ചേർന്നത്. 1974 ഒക്ടോബറിൽ അന്നത്തെ എറണാകുളം അങ്കമാലി സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയുടെ കൈവയ്പ് ശുശ്രൂഷയാൽ പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് റോമിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ഡോക്ടറേറ്റ് നേടി. ഭാരതീയ ചിന്താധാരകളെ ക്രൈസ്തവ ദർശനങ്ങളിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയതായിരുന്നു അദ്ദേഹം സമർപ്പിച്ച തീസിസ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുമായി തീസിസ് വിഷയങ്ങൾ പങ്കുവച്ചപ്പോൾ പ്രസിഡന്റ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാനെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചുവന്ന അദ്ദേഹം മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിലും വിദേശത്തുമുള്ള പ്രഗത്ഭനായ വൈദികർ ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാന്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി സ്മാരകമായി മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്കായി മേലൂരിൽ ഒരു ആലയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താമാധ്യമ രംഗത്തെ കുതിച്ചുചാട്ടത്തെ മുന്നിൽ കണ്ട് ഡിവൈൻ വിഷൻ എന്ന ദൃശ്യമാധ്യമം സ്ഥാപിക്കുകയും പിന്നീട് അത് വിപുലീകരിച്ച് ഗുഡ്നസ് എന്ന പേരിൽ ടെലിവിഷൻ ചാനലായി മാറുകയും ചെയ്തു. ബഹുമുഖ പ്രതിഭയായ ഈ സന്യാസി വര്യന്റെ മിഷണറി പ്രവർത്തനം വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ പ്രേക്ഷിത ചൈതന്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വചനം പ്രഘോഷണം നടത്തുന്ന ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാൻ ശ്രീലങ്കയിൽ ധ്യാന കേന്ദ്രത്തിന്റെ പുതിയൊരു ശാഖയുടെ നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണിപ്പോൾ. സന്യാസ ജീവിതത്തിന്റെ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന അദ്ദേഹം ജീവിതത്തിൽ 75 വർഷങ്ങൾ പിന്നിടുകയാണ്.